Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. ഇടത് സർക്കാരിന്റെ 4ാം വാർഷികാഘോഷമാണ് നാളെ. ഇടത് സർക്കാർ 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ബിന്ദു ഇപ്പോഴും കണ്ണീരിലാണ്. ബിന്ദുവിന് 25 ദിവസങ്ങൾക്ക് മുമ്പ് നേരിട്ട പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ കൊടിയ പീഡനത്തിന്റെ ഓർമ്മകൾ ബിന്ദുവിന്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി നിഷേധമുണ്ടാവുകയും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി പറയാൻ പോകുമ്പോൾ ആ പരാതി അവഗണിക്കപ്പെട്ടു എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സാധാരണക്കാരിയായ ഒരു ദളിത് യുവതിയാണ്. 18 ഗ്രാം വരുന്ന സ്വർണ്ണമാല മോഷണം പോയി എന്ന കുറ്റം ആരോപിച്ച് 20 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് യുവതി ബിന്ദു നേരിട്ട കടുത്ത മാനസിക പീഡന വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് റിപ്പോർട്ടർ ടിവിയാണ്. തന്റെ പെൺമക്കളെ കൂടി കേസിൽപ്പെടുത്തുമെന്നും വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിലെ ബക്കറ്റ് വെള്ളം കാട്ടിക്കൊടുത്തുവെന്നും ബിന്ദു. സ്വർണ്ണമാല പരാതിക്കാരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടും എഫ്ഐആർ റദ്ദാക്കാനോ താൻ 20 മണിക്കൂറോളം അപമാനിക്കപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥരും തന്നോട് ക്ഷമാപണം നടത്താനോ തയ്യാറായില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിയുമായി എത്തിയപ്പോൾ അത് അവഗണിച്ചുവെന്നും പരാതി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി മേശപ്പുറത്തിട്ടുവെന്നും ബിന്ദു. കോടതിയിൽ പോകാൻ പറഞ്ഞുവെന്നുകൂടി ബിന്ദു ഇന്ന് നമ്മളോട് പറയുന്നു. സർക്കാർ വെട്ടിലായിരിക്കുന്നു. 4ാം വാർഷികാഘോഷത്തിന്റെ തുടക്കമാകുമ്പോൾ സർക്കാർ ഇതിനെന്തും മറുപടി പറയുമെന്നതാണ് പ്രധാനം. ഒടുവിൽ ആരോപണ വിധേയനായ പേരൂർക്കട എസ് ഐ പ്രസാദിനെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കൽ. ബിന്ദുവിനെ കള്ളിയാക്കിയ കാക്കി വികാരം എന്ത് എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ അരികവൽക്കരിക്കപ്പെട്ടവർക്ക് മുൻവിധിയോടെയുള്ള പരിചരണമാണോ ലഭിക്കുന്നത്? ഘടനാപരമായി ജാതിബോധത്തിലൂന്നിയ സംവിധാനമാണോ കേരള പോലീസും? ഈ മോഷണം മുതൽ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു എന്ന് പറയുമ്പോൾ ആ വിവരം എന്തുകൊണ്ടാണ് പോലീസ് ബിന്ദുവിനെ തന്നെ വിളിച്ചറിയിക്കാഞ്ഞത്? മോഷണം മുതൽ കണ്ടുകിട്ടി എന്ന് പോലീസിനും അത് വീട്ടിൽ നിന്ന് തന്നെ കണ്ടുകിട്ടി എന്ന് ബോധ്യമായിട്ടും ആ പരിസരങ്ങളിൽ കണ്ടുപോകരുത് എന്ന് ബിന്ദുവിനെ ഭീഷണിപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? ഒരു മോഷണ പരാതി കിട്ടിയാൽ മോഷണം നടന്ന വീട് പരിശോധിക്കുന്നതിന് മുമ്പ് പ്രതി എന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും അവരുടെ വീടുകളിലേക്കടക്കം ഈ സ്ത്രീയുമായി പോവുകയും ചെയ്യുന്നത് ശരിയാണോ? ഏതെങ്കിലും തരത്തിലൊരു സ്ത്രീ എന്ന നിലയിലുള്ള പരിചരണം ബിന്ദുവിന് പേരൂർക്കട പോലീസ് സ്റ്റേഷൻ ലഭിച്ചിരുന്നു? ചോദ്യങ്ങൾ ഒരുപാടാണ്. പോലീസിന്റെ കള്ളത്തരമാണോ ഇപ്പോൾ പൊളിയുന്നത്? റിപ്പോർട്ടർ ടിവിയിലൂടെ തന്റെ പീഡന കഥ ലോകത്തെ അറിയിച്ച ബിന്ദു നമുക്കൊപ്പമുണ്ട്. ഒപ്പം അഡ്വക്കേറ്റ് കിഷോർ ബിന്ദുവിന്റെ അഭിഭാഷകനുണ്ട്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM പ്രതിനിധിയുണ്ട്. അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗ് പ്രതിനിധി, UDF പ്രതിനിധിയുണ്ട്. ദിനു വെയിൽ ആക്ടിവിസ്റ്റ് നമുക്കൊപ്പം ചേരും അല്പസമയത്തിനുള്ളിൽ. ഞാൻ ആദ്യം ബിന്ദുവിലേക്ക് പോകുന്നു. ബിന്ദു, ഇന്നിപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച പേരൂർക്കട സ്റ്റേഷനിലെ SI പ്രസാദിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ബിന്ദുവിൻ്റെ പരാതിയിൽ ബിന്ദുവിന് നീതി കിട്ടി എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ? തൃപ്തിയല്ല സാർ. നീതി കിട്ടിയെങ്കിലും തൃപ്തിയല്ല. ഇനി 2 പേരുണ്ടല്ലോ സാർ. ഇനിയും ബാക്കി 2 പേരുണ്ട്. രണ്ടുപേർക്കെതിരെ നടപടി വരണം. ഉപേക്ഷിക്കണം സാർ. വേണം, വന്നേ പറ്റുള്ളൂ സാർ. ഈ 3 പേരാണോ ബിന്ദുവിനെ ഈ ദിവസം രാത്രി മുഴുവൻ മാനസികമായി പീഡിപ്പിച്ചത്? SI പ്രസാദും ബാക്കി 2 പേരും. അവരുടെ പേരറിയുമോ ബിന്ദുവിന്? ഒരാളെ പേരറിയാം സാർ, ഒരാളെ പേര് എനിക്കറിയത്തില്ല. SI പ്രസാദ്, സോറി, SI എന്നെ ചീത്ത വിളിച്ചു. എങ്കിലും എന്നെ ഭയങ്കരമായി തന്നെ വേദനിപ്പിച്ചത് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പോലീസാണ്. ഈ SI പ്രസാദ് അസഭ്യം പറഞ്ഞിരുന്നോ? മോശം വാക്കുകൾ ഉപയോഗിച്ചിരുന്നോ? കേൾക്കേ പറഞ്ഞു. എന്നെ ചീത്ത വിളിച്ചിരുന്നു. എനിക്കത് കേട്ടപ്പോൾ പേടിയായിപ്പോയി. ഞാനത് ചീത്ത വിളിച്ചു, ശരിക്കും എന്നെ ചീത്ത വിളിച്ചു. ഈ ബിന്ദുവിനെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഈ പോലീസ് ഈ വീട്ടുകാരിയുടെ വീട്ടിൽ, അതായത് ഈ വീട്ടുടമയുടെ വീട്ടിലേക്ക് പോയിരുന്നോ? അവിടെ അന്വേഷണം നടത്താനൊന്നും അവർ തയ്യാറായില്ല അല്ലേ? തയ്യാറായില്ല. ഞാൻ പറഞ്ഞിട്ടും പോവാൻ തയ്യാറായില്ല സാർ. ബിന്ദുവിന്റെ ദേഹപരിശോധനയും നടത്തി പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തി. അത് ഈ വനിതാ പോലീസുകാരാണ്. ശരീരമാസകലം പരിശോധിക്കുന്നു. അതും തനിക്ക് മാനസിക വിഷമം ഉണ്ടാക്കിയല്ലേ ബിന്ദു?
ഉണ്ടാക്കി സാർ. എൻ്റെ ഡ്രസ്സൊക്കെ ഊരിയാണ് എന്നെ പരിശോധിച്ചത്. അപ്പോഴൊക്കെ ബിന്ദു പറയുന്നില്ലേ ഞാനിത് എടുത്തിട്ടില്ല എന്ന്? ഞാൻ പറഞ്ഞു മേഡം ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയും. എപ്പോഴും ഞാൻ പറയാണ് മേഡം ഞാൻ എടുത്തിട്ടില്ല, മാല ഞാൻ എടുത്തിട്ടില്ല എന്ന് ഞാൻ അവരോട് കരഞ്ഞ് പറയാണ്. ബിന്ദുവിന് ഏറ്റവും കൂടുതൽ മാനസിക പീഡനം നേരിട്ടത് ഈ 3 ഉദ്യോഗസ്ഥരിൽ ആരുടെ അടുത്ത് നിന്നാണ്? പ്രസन्न എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ്. അയാൾ CPO ആണെന്നാണ് മനസ്സിലായത്. അവിടുത്തെ സിവിൽ പോലീസ് ഓഫീസറായിരിക്കും. പണ്ട് നമ്മൾ കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് പോലെ ഒരു പോലീസുകാരായിരിക്കും അല്ലേ പ്രസന്നൻ? അയാൾക്ക് രാത്രി ഡ്യൂട്ടി എന്നാണ് സാർ പറഞ്ഞത്. അയാൾ എന്താണ് ബിന്ദുവിനോട് മോശമായി പെരുമാറിയത്? മോശമായെന്ന് വെച്ചാൽ എന്റെ മാനസികമായിട്ടെന്ന് വെച്ചാൽ എന്നെ ആത്മഹത്യയിലെ വക്കിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ ഒരു സാറാണ്. ഇതിനിടയിൽ ബിന്ദുവിന്റെ വീട്ടിലേക്ക് ബിന്ദുവിനെയും കൊണ്ട് ഇവര് തെളിവെടുക്കാൻ വന്നിരുന്നു. അത് ഓമന ഡാലിന്റെ പ്രകാരമാണ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അത് ബിന്ദുവിന്റെ വീട്ടുകാരുടെ അടുത്തേക്കാണ് കൊണ്ടുവരുന്നത്. ആ സമയത്ത് ബിന്ദുവിന്റെ നാട്ടുകാരും ബിന്ദുവിന്റെ വീട്ടുകാരും ഒക്കെ ഇത് കണ്ടിരുന്നു അല്ലേ? ബിന്ദുവിന്റെ മക്കളടക്കം കണ്ടിരുന്നു. മക്കളടക്കം അവർ വല്ലാതെ ഭയന്നു പോയിട്ടുണ്ടാവും. മാത്രമല്ല നാട്ടുകാരുടെ മുന്നിൽ ആ സമയത്ത് ബിന്ദു ഏതോ ഒരു കുറ്റകൃത്യം ചെയ്ത കള്ളിയായി. അപ്പോഴെനിക്ക് താങ്ങാൻ പറ്റിയില്ല. വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ മുഴുവൻ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ മുഴുവൻ പരിശോധിച്ചോ? ഇവിടെ 2 റൂമും സാർ, 2 ബെഡ്റൂമും 1 ഹാളും ഒക്കെയാണ്. അവിടെ നോക്കിയിട്ട് പിന്നെ ഉടനെ തന്നെ അങ്ങ് തിരിച്ചു പോയി. എന്നെയും കൊണ്ട് തിരിച്ചു പോകുന്ന വഴിക്കാണ് ഒരു പോലീസുകാർ എന്നെ ചീത്ത പറയുന്നത്. അപ്പൊ ചീത്ത വിളിച്ചു. അപ്പോഴും ഒന്നും അവർക്ക് കിട്ടില്ല. ആ സമയത്തും ഈ പരാതി നൽകിയ വീട്ടുടമയുടെ വീട് പരിശോധിക്കാൻ അവർ തയ്യാറായിട്ടില്ല. ഇല്ല സാർ, അവിടെ പോകാൻ അവർ തയ്യാറായില്ല. ഞാൻ പറഞ്ഞു സാർ നമുക്ക് അവരെ ഈ ഓമനാടാൻ്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞപ്പോൾ ഇവര് താമസിച്ചിട്ട് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന സാറാണ് പറഞ്ഞത് എനിക്ക് അവരെ ഭയങ്കര വിശ്വാസമാണ്, എനിക്ക് അമ്മക്കോടെ പോകണ്ടെന്ന്. പരാതിക്കാരിയിൽ വിശ്വസിച്ചു, ബിന്ദുവിൽ വിശ്വസിച്ചില്ല. അതിനുശേഷം തിരികെ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ വിശന്നു, ഭക്ഷണം കിട്ടിയില്ല. വെള്ളം ചോദിച്ചപ്പോൾ ഈ പ്രസന്നനാണ് പറഞ്ഞത് കുളിമുറിയിൽ വെള്ളം കൊണ്ടെടുത്ത് കുടിച്ചോളാൻ. കുടിക്കാൻ വിശന്നങ്ങ് താളിക്കാൻ പറ്റാത്തൊരിതായിപ്പോയി. ഭക്ഷണം വാങ്ങി തന്നില്ല പോലീസ് സ്റ്റേഷൻ. രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയോ? ഇല്ല, രാത്രി ഫുള്ള പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമായിരുന്നു. എന്നെ ചോദ്യമല്ലായിരുന്നു സാർ. കിടക്കാൻ സമ്മതിച്ചില്ല? ഉറങ്ങാൻ സമ്മതിച്ചില്ല. ഇല്ല. കിടക്കുമ്പോ ഉടനെ ഈ സാറ് വിളിക്കും, ഇവിടെ വന്നിരി ചോദിക്കട്ടെ എന്ന് പറയും, വിളിക്കും. ഇതിന് ബിന്ദുവിന്റെ മക്കളെ കൂടി ഈ കേസിൽ പെടുത്തുമെന്ന് പറഞ്ഞത് ആരാണ്? പ്രസന്ന എന്നുള്ള പോലീസ് സ്റ്റേഷൻ. ഓക്കെ. അപ്പൊ ബിന്ദു എടുക്കാത്തത് ബിന്ദുവിന് സമ്മതിക്കാനും കഴിയില്ല. അതിനുശേഷം ബിന്ദുവിനെ പുറത്തേക്ക് വിടുന്നത് എപ്പോഴാണ്? പറ്റില്ല സർ. പുറത്തേക്ക് വിടുന്ന സമയത്ത് പോലീസുകാർ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പുറത്ത് വിടുമ്പോൾ പിറ്റേന്ന് SI ആണ് പറഞ്ഞിരുന്നത് ഈ കവടിയാറ് അമ്പലമുക്ക് ഭാഗത്തൊന്നും കണ്ടുപോകല് ഇനെ നാട് വിട്ട് പൊക്കോളാം. ഈ SI ആണ്, ഈ SI പ്രസാദാണ് ഓപ്പണായിട്ട് വന്നിരുന്നത് എന്നോട്. അപ്പൊ എന്റെ ചേട്ടന് വെളിയിൽ നിൽക്കായിരുന്നു. ഈ SI പറഞ്ഞു, പ്രസിഡന്റ് പറഞ്ഞു. ആ സമയത്ത് മാല തിരിച്ചു കിട്ടിയിരുന്നോ ഈ ഓമന എന്ന് പറഞ്ഞ വീട്ടുടമയ്ക്ക്? ഇല്ല, കിട്ടിയാതൊന്നും എന്നോട് പറഞ്ഞില്ല സാർ. അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടുന്ന സമയത്ത് ഈ 3 വാക്ക് മാല കിട്ടിയ വിവരം പോലീസിന് പറഞ്ഞിട്ടില്ല? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല സാർ. പിന്നെ എന്തു പറഞ്ഞാണ് ബിന്ദുവിനെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത്, സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടുന്നത്? ഈ ഓമന ഡാനിന്റെ ഓമന ഡാനിൽ പറഞ്ഞത് അവിടെ ബിന്ദുവിന് പരാതിയില്ല, ബിന്ദുവിനെ വെറുതെ വിടുകയാണ്, ബിന്ദുവിന്റെ മക്കളെ ഓർത്ത് ബിന്ദുവിനെ വെറുതെ വിടുകയാണ് എന്നാണ് ഈ SI എന്നോട് പറഞ്ഞത്. ഇത്രയും ബുദ്ധിമുട്ടിച്ചതിന് ശേഷം ഈ പരാതിക്കാരിയെ ഓമന ഡാനിയലിന് പരാതിയില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ വിടുന്നു. പക്ഷെ അപ്പോഴും കവടിയാറിലും അമ്പലമുക്കിലും ഒന്നും കണ്ടുപോകരുതെന്ന് ഭീഷണിപ്പെടുത്തി അല്ലേ?
അത് ഞാൻ ഇറങ്ങിയതിന് ശേഷം വെളിയിൽ ഇറങ്ങി വന്ന് ശരിക്കും ആള് നിൽക്കായിരുന്നു സ്റ്റേഷന്. അപ്പോഴാണ് വന്നിങ്ങനെ പറഞ്ഞത്. അതെ, പൊതുമധ്യത്തിൽ വെച്ചാണ്, ആളുകളുടെ മുന്നിൽ വെച്ച്. ആള് മുന്നിൽ വെച്ചാണ് പറഞ്ഞത്. രാവിലെ അല്ലേ സമയം ശരിക്കും ആൾക്കാരുണ്ടായിരുന്നു, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ബിന്ദു ജോലി ചെയ്തിരുന്ന 2 വീട്ടിലെയും ജോലിയും നഷ്ടപ്പെട്ടു. ഈ പോലീസുകാർ അവിടെയും വിളിച്ചു പറഞ്ഞു. ഞാൻ കവടിയൂരുള്ള വീട്ടിൽ അവര് അപ്പോൾ തന്നെ വിളിച്ചു. അവര് രാവിലെ ശ്രുതി എന്ന് പറയുന്ന ഓഫീസിൽ വിളിച്ചു പറഞ്ഞു, എനിക്ക് 7 ദിവസത്തെ പൈസയും ഈ പഞ്ചെന്ന് പറഞ്ഞവര് പൈസ അവിടെ തന്നു. ആ പൈസ ഞാൻ പിറ്റേന്ന് ചെന്ന് മേടിച്ചു. ഓക്കെ, ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയപ്പോൾ എന്താണ് സംഭവിച്ചത്? എൻ്റെ അടുത്ത് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിഷേധിക്കുന്നുണ്ട്. ഇത് പരിഗണിക്കാമെന്ന് ബിന്ദുവിനോട് പറഞ്ഞു എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമ്മളെ അറിയിച്ചത്. ബിന്ദു, നമ്മൾ പരാതി കൊണ്ട് കൊടുത്തു. പരാതി കൊണ്ട് ഞാനും എൻ്റെ വക്കീലുണ്ടായിരുന്നു. പരാതി കൊണ്ട് കൊടുത്തപ്പോൾ ഈ സാർ വായിച്ചും നോക്കിയില്ല. അങ്ങോട്ടെടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ ഒരു മാല മോഷണമുള്ള കേസാണ് എന്ന് പറഞ്ഞു. മാല മോഷണം കാണാതെ പോയാൽ പരാതി കൊടുക്കും, പോലീസ് പിടിക്കും. നിങ്ങളത് കോടതി പറഞ്ഞെന്ന് ചോദിച്ചു. നമ്മളില്ല എന്ന് പറഞ്ഞു. ഈ പോലീസ് നടപടി ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ബിന്ദുവിനോട് പറഞ്ഞിരുന്നോ? ഇത് പരിഗണിക്കാം, പോലീസ് നടപടി ഉണ്ടാവും എന്നൊരു ഉറപ്പ് പറഞ്ഞിരുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല. അതിനുമ്പ് നമ്മളിനി ഇറങ്ങി സാർ. ഓക്കെ, അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രതികരണത്തിൽ നിരാശ തോന്നി ബിന്ദുവിന്. നിരാശ, അപ്പോഴും വിഷമം ഉണ്ടായിപ്പോയി. നമ്മൾ കൊണ്ടു കൊടുത്തിട്ട്, ഞാനും വക്കീലും ഉണ്ടായിരുന്നു, കൊണ്ടു കൊടുത്തിട്ട് ഒരു വായിച്ചു പോലും നോക്കിയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. ഇത് ക്യൂ നിന്ന് അപേക്ഷ എടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയതാണ് അല്ലേ? ടോക്കൺ എടുത്ത്. ടോക്കൺ എടുത്ത് പോയത്. ഈ ബിന്ദുവിന്റെ ഈ പരാതിക്ക് പിന്നിൽ ഏതെങ്കിലും സമ്മർദ്ദങ്ങളോ ഏതെങ്കിലും ആളുകളുടെ താല്പര്യമോ ഉണ്ടോ ബിന്ദു? അതായത് മറിച്ചൊരു ഭാഗത്തു നിന്നുള്ളൊരു ആരോപണം ചിലയിടങ്ങളിൽ നിന്നെങ്കിലും കേൾക്കുന്നതുകൊണ്ട് ഞാൻ തുറന്നു ചോദിക്കുകയാണ്. ഇല്ല സാർ. അതായത് ബിന്ദുവിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പരാതി ഉന്നയിക്കാൻ ആരുടെയെങ്കിലും ഒരു പ്രേരണ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ വക്കീലാണ് എന്നെ അവിടെ ആദ്യമേ പറഞ്ഞു. അപ്പം 3 പരാതി കൊടുക്കണമെന്ന് വക്കീൽ പറഞ്ഞു. നമുക്ക് എന്നാൽ പോയി പരാതി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വക്കീലും കൂടെ പരാതി അവിടെ കൊടുക്കാൻ വേണ്ടി പോയത്. ഇനിയിപ്പോൾ ബിന്ദുവിന് ആവശ്യം ബാക്കി 2 ഉദ്യോഗസ്ഥരെ കൂടി സസ്പെൻഡ് ചെയ്യലാണ് അല്ലേ? സസ്പെൻഡ് ചെയ്യണം സാർ. FIR ഇപ്പോഴും റദ്ദാക്കിയിട്ടില്ല, അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? അങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞ. അങ്ങനെയാണ് സാർ. ബിന്ദു, ഒരു നിമിഷം, ഞാനൊന്ന് അഡ്വക്കേറ്റ് കിഷോറിലേക്ക് കൂടി പോയി വരാം. അഡ്വക്കേറ്റ് കിഷോർ, FIRന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? അഡ്വക്കേറ്റ് കിഷോർ. FIR നിലനിൽക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. FIR ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ബിന്ദുവിനെ വെറുതെ വിടുകയും ഈ മോഷണം മുതൽ തിരികെ കിട്ടുകയും ചെയ്ത FIR തന്നെ റദ്ദായി പോകേണ്ടതാണ്. ആ കാര്യത്തിൽ പോലീസ് എനിക്ക് തോന്നുന്നു അപേക്ഷ നൽകേണ്ടതാണ്. അതൊന്നും ചെയ്തിട്ടില്ല അല്ലേ? ഇതിനകത്ത് ഞാൻ അഡ്വക്കേറ്റ് എന്നതിലുപരി ഇവരെ തൊട്ട് അയൽവാസിയും അവിടുത്തെ ഒരു പൊതുപ്രവർത്തനം കൂടിയാണ്. അങ്ങനെയാണ് ഈ സംഭവം അറിഞ്ഞ് ഞാനിതിനകത്ത് ഇടപെടുന്നത്. 24-ാം തീയതി ഇവരെ ഒരു ബന്ധുവും തൊട്ടടുത്ത അയൽവാസിയായ ശ്രീ ബോബസ് എന്ന് പറയുന്ന ആൾ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഈ ബിന്ദു എന്ന് പറയുന്ന ആൾ വീട് അടച്ച് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അതൊരു വലിയ മാനസികമായ സമ്മർദ്ദത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവരെ വീട്ടിൽ പോകുന്നത്. അപ്പോൾ ഇവരെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇവരെ കുടുംബക്കാരും മക്കളും എല്ലാം തന്നെ വലിയ വിഷമത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമുക്ക് നിയമപരമായി നിങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ല എങ്കിൽ നമുക്ക് പരാതി നൽകാമെന്ന് പറയുകയും എൻ്റെ സീനിയർ അഡ്വക്കേറ്റായ ശ്രീ അനു പ്രശാന്തുമായി സംസാരിച്ചാണ് പരാതി
നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പരാതി ആദ്യം കൊടുക്കുന്നത് എവിടെയാണ് അഡ്വക്കേറ്റ് കിഷോർ? പട്ടികജാതി കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ട്, DGPക്ക് കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഓഫീസിലും പട്ടികജാതി കമ്മീഷനിലും DGPക്ക് കൊടുത്ത പരാതിയിൽ അനുകൂലമായ പ്രതികരണമാണ് ഉണ്ടായത് അല്ലേ? എല്ലായിടത്തുനിന്നും അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്താ സംഭവിച്ചത്? 15 ദിവസത്തിനകം റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയപ്പോൾ ഞാനും കൂടിയാണ് പോയത്. അവിടെ പോയി പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് പരാതി ബിന്ദു പറഞ്ഞ വായിച്ചു നോക്കിയില്ല, പക്ഷേ ബിന്ദു പറയുന്ന മുഴുവൻ അദ്ദേഹം കേൾക്കുകയുണ്ടായി. ബിന്ദു പറഞ്ഞത് മുഴുവൻ പൊളിറ്റിക്കൽ സെക്രട്ടറി കേട്ടു. നമ്മൾ വാക്കാലാണ് പറയുന്നത്. അത് കേട്ടതിന് ശേഷം പോലീസ് കേസെടുക്കും, നിയമപരമായി കോടതിയിലല്ലേ നോക്കേണ്ടതെന്നുള്ളതാണ് ആദ്യം അദ്ദേഹത്തിന്റെ ധാരണയായിരുന്നു എന്ന് തോന്നുന്നു. പോലീസ് നടപടി എടുക്കുമെന്ന് പറഞ്ഞിരുന്നോ? അപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു അത് നമ്മളിങ്ങ് ഇറങ്ങുമ്പം നോക്കി നടപടിയെടുക്കാം എന്ന് പറഞ്ഞ് ബിന്ദു ആദ്യം അങ്ങ് ഇറങ്ങുകയാണ്. അപ്പം ഞാനാണ് ബാക്കിൽ നിന്ന് വന്നത്. അതായത് ബിന്ദു ഇറങ്ങുന്നു, ബിന്ദു ഇറങ്ങി കഴിഞ്ഞ പൊളിറ്റിക്കൽ സെക്രട്ടറി പറയുന്നുണ്ട് നടപടി എടുക്കാം എന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. അത് താങ്കൾ കേട്ടു? അതൊന്ന് പറയുന്നുണ്ട്, കേട്ടു. പിന്നെ ഉള്ളത് ഈ 3 നിന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ടോൺമെന്റ് AC മൊഴിയെടുക്കുകയുണ്ടായി ബിന്ദുവിൻ്റെ. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ മൊഴിയെടുക്കുകയുണ്ടായി. അപ്പോൾ 15 ദിവസത്തിനകത്ത് റിപ്പോർട്ട് വായിച്ച് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് അന്ന് നമുക്ക് 3 നിന്നും കൂടെ പോയപ്പോൾ നമുക്ക് കിട്ടിയ. അതായത് കിഷോറിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രതികരണത്തിൽ പരാതിയില്ല? ഇല്ല, അങ്ങനെയില്ല. കാര്യം അങ്ങനെ പരാതി എന്ന് പറഞ്ഞാൽ ഇവരൊരു മാനസികാവസ്ഥയിൽ 3-ാം തീയതിക്ക് പരാതി കൊടുക്കാൻ വരെ പോകാനുള്ള കാരണം ഇവർ ഈ സംഭവത്തിൽ മനോവിഷമത്തിൽ അങ്ങ് വീട്ടിലായിരുന്നു. മനസ്സിലായില്ലേ? ഇവർ ആഹാരം പോലും കഴിക്കാതെ നിൽക്കുന്നു. പിന്നീട് അതുകൊണ്ടാണ് 3-ാം തീയതി വരെ പോയത്, 23-ാം തീയതി നടന്ന സംഭവത്തിൽ. ശരി. അപ്പം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് നമ്മൾ ഈ എല്ലാ ഓഫീസിലും പോയി വരുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടി അഡ്വക്കേറ്റ് കിഷോർ പറഞ്ഞതിൽ ഇപ്പോൾ അതിനകത്തൊരു വ്യക്തത വന്നു. ബിന്ദു, ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലൊരു വ്യക്തത കുറവുണ്ടായി? കാര്യം ഞാൻ ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി ഉൾപ്പെടുകയും ഇന്ന് നമ്മളോട് തന്നെ ബിന്ദു പറഞ്ഞ കാര്യവുമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതും. അത് സർക്കാരിനെ ഒരു പരിധിവരെ പ്രതിരോധത്തിലാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് അത് പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ബിന്ദുവിന് നീതി കിട്ടിയില്ല എന്ന അർത്ഥത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇങ്ങനൊരു പ്രതികരണം ഉണ്ടായി എന്ന് ഇപ്പോൾ കിഷോർ പറയുന്നുണ്ട്. ബിന്ദു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, ഞാൻ ബാക്കിയുള്ള പോലീസ് സ്റ്റേഷൻ്റെ കാര്യമെല്ലാം നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വരാം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അപ്രകാരം ഒരു നീതി കിട്ടിയില്ല എന്നൊരു തോന്നൽ ബിന്ദുവിനുണ്ടോ? ഇല്ല. അഡ്വക്കേറ്റ് കിഷോർ പറയുന്നതാണ് ശരിയെന്ന് പറയാൻ കഴിയുമോ ബിന്ദു? കഴിയും. അപ്പം ബിന്ദുവിൽ പറഞ്ഞതെല്ലാം പൊളിറ്റിക്കൽ സെക്രട്ടറി കേട്ടു. പക്ഷേ അത് വായിച്ചു നോക്കിയില്ല, അത് മേശപ്പുറത്ത് വെച്ചു. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ അഡ്വക്കേറ്റ് കിഷോറിനോടാണ് പറഞ്ഞത് നടപടി എടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ കമ്മീഷണർ അതിനിടയ്ക്ക് നടപടി എടുത്തു. അതിൽ ആദ്യ ഘട്ടത്തിൽ SIയെ സസ്പെൻഡ് ചെയ്തു. അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രതികരണത്തിൽ ഇപ്പോൾ തൃപ്തിയുണ്ട്. ഓക്കെ, അഡ്വക്കേറ്റ് കിഷോർ തുടരണം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഒപ്പം ഷിബു മീരാൻ, ദിനു വെയിൽ. ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ബിന്ദുവിൻ്റെ അഭിഭാഷകനിലേക്ക് പോകാം. അഡ്വക്കേറ്റ് കിഷോർ, ഇപ്പോൾ SI പ്രസാദിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി എന്താണ് നിങ്ങളുടെ ആവശ്യം? ബിന്ദു പറഞ്ഞല്ലോ, ബിന്ദുവിന് നേരിട്ട ബുദ്ധിമുട്ടിലുണ്ടായ മുഴുവൻ പേർക്കുമെതിരെ നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാന ആവശ്യം. അതിനുപരിയായി അവരുടെ കുടുംബത്തിനുണ്ടായ ഒരു മാനഹാനി പരിഹരിക്കപ്പെടണം. അതിന് ഉപരിയായി അവരെ പറഞ്ഞോളൂ. ഇതാണ് പ്രധാനം. ഈ ഏതൊക്കെ ചട്ടങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളാണ്
മനുഷ്യാവകാശങ്ങളാണ് ബിന്ദുവിന് നിഷേധിക്കപ്പെട്ടത് അഡ്വക്കേറ്റ് കിഷോർ? ഒന്ന്, സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്ന ക്രമങ്ങൾ പാലിക്കാതെയാണ് ഇവർ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിട്ടുള്ളത്. ഓക്കെ, ഒന്ന് പ്രധാനമായി. പിന്നെ ഈ പോലീസ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായി. പരാതിക്കാരിയുടെ വാഹനത്തിലാണ് ഈ പോലീസ് ഇവരെ കൊണ്ടുപോയിട്ടുള്ളത്. ഇതാണ് പ്രധാനമായി പോലീസ് ഭാഗത്ത് നിന്ന് വീഴ്ചകൾ. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ CPM പ്രതിനിധിയുണ്ട്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇടതു സർക്കാർ നാളെ 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ബിന്ദുവിൻ്റെ കണ്ണീരിലാണ് ആ 4ാം വാർഷികം ആഘോഷിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബിന്ദുവിന് ആ പോലീസ് സ്റ്റേഷനിൽ നീതി കിട്ടിയില്ല. കഴിഞ്ഞ 23-ാം തീയതി നടന്ന സംഭവമാണ്. ഇപ്പോൾ ഇത്രയും കഴിയുമ്പോൾ SIയെ സസ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ FIR പോലും റദ്ദാക്കിയില്ല എന്നാണ് കിഷോർ ഇവിടെ പറഞ്ഞത്. നമുക്കതിൽ വ്യക്തത വന്നിട്ടില്ല. എന്താണ് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ സംഭവിക്കുന്നത്? ജനപ്രിയമാകണം, ജനസൗഹൃദമാവണം, ജനമൈത്രിയാവണം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും പോലീസിനിപ്പോഴും ചില ശരീരങ്ങൾ കണ്ടാൽ, ചില മനുഷ്യരെ കണ്ടാൽ കള്ളനാക്കാൻ തോന്നുന്ന മാനസികാവസ്ഥയാണോ അരുൺ? മധുവിൻ്റെ കാര്യത്തിലും വിശ്വനാഥൻ്റെ കാര്യത്തിലും സംഭവിച്ചത് ബിന്ദുവിന് സംഭവിച്ചിട്ടില്ല. പക്ഷേ അതിനേക്കാൾ പറ്റിയ, അതിനോടൊപ്പം നിൽക്കുന്ന മാനഹാനിയുണ്ട് ബിന്ദുവിന്. പോലീസിൻ്റെ വാഹനത്തിൽ ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക, അവിടെ ഒരു കള്ളിയെപ്പോലെ ചിത്രീകരിക്കുക, അതിനുശേഷം തിരികെ വീട്ടിലേക്ക് വരിക. ഈ സമയത്തൊന്നും ഈ മുതൽ നഷ്ടപ്പെട്ടു പോയ വീട്ടുടമയുടെ ഉടമസ്ഥയുടെ വീട്ടിലേക്ക് പോലീസ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പരാതിക്കാരിയിൽ വിശ്വാസമേറുകയും ഈ ഒടുവിൽ ഇരയാക്കപ്പെട്ട പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയിൽ വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഈ പ്രതിഭാസം എങ്ങനെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത് അരുൺ? അങ്ങ് ചോദിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ആഘോഷത്തിന്, അല്ലെങ്കിൽ ആ 4ാം വാർഷിക ആഘോഷമോ ഈ സംഭവമായിട്ട് യാതൊരു ബന്ധമില്ല. ഇപ്പോൾ നാളെ അതിന്റെ ആഘോഷത്തിന്റെ പ്രധാനപ്പെട്ട ദിവസമാണ്, 4 വർഷം തികയാണ്. ഈ സംഭവം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അതൊന്നും താരതമ്യപ്പെടുത്തേണ്ടതിൽ ഒരു യുക്തിയില്ല എന്ന് ആദ്യം സൂചിപ്പിക്കട്ടെ. ഏതെങ്കിലും തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ, ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഓഫീസർമാർ നടത്തുന്ന വീഴ്ച, ആ വീഴ്ച ഗൗരവമായിട്ട് പരിശോധിക്കുക, അതുപോലെ തന്നെ പരാതി കിട്ടിയാൽ പരിഗണിക്കുക, തുടർ നടപടി സ്വീകരിക്കുക. അത്തരത്തിലുള്ള സാഹചര്യം പിന്നീട് ഉണ്ടാകാതെ കൃത്യമായി നോക്കുക. അതാണ് ഗവൺമെന്റ് സംവിധാനത്തിന് ചെയ്യാൻ കഴിയുക. ഇവിടെ കൃത്യമായിട്ട് ഒരു പരാതി പോലീസിന് കിട്ടുന്നു. ആ പരാതിയിൽ FIRലെ വാചകം ഇങ്ങനെയാണ്: പ്രതി ആവലാതിക്കാരിയുടെ കുടപ്പനക്കുന്ന് വില്ലേജിൽ ചെട്ടിവിളാകം വാർഡിൽ NCC റോഡ് ഭഗവതി നഗർ 117 ബദേൽ വീട്ടിൽ വീട്ടുജോലിക്കായി ജോലി ചെയ്തു വരവെ 19/4/2025 തീയതി രാവിലെ 8 മണിക്കും വൈകുന്നേരം 4 മണിക്കും ഇടയിലുള്ള ഏതോ സമയം ആവലാതിക്കാരിയുടെ 18 ഗ്രാം തൂക്കം വരുന്ന കട്ടിംഗ് ഫാക്ഷനിലുള്ള സ്വർണമാലയും അതിലുണ്ടായിരുന്ന കുരിശു മോഡലിലുള്ള മിന്നും കല്ല് വെച്ച ഒരു പെണ്ടുലം ഉൾപ്പെടെ 2 ലക്ഷം രൂപയുടെ വസ്തുവകകൾ മോഷണം ചെയ്തെടുത്ത് കൊണ്ടുപോയി പ്രതി മേൽ വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നതെന്നാണ്. അപ്പൊ ഒരു പരാതി കിട്ടി, FIR രജിസ്റ്റർ ചെയ്തു. അതിന്റെ ഭാഗമായി ഇന്ന പ്രതി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു സംശയമല്ല, ഇന്ന വ്യക്തി എന്ന് തന്നെ ആ പരാതിയിൽ പറയുന്നു. അപ്പോൾ കസ്റ്റഡിയിൽ എടുക്കുന്നു, ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഈ പരാതിക്കാർ തന്നെ വന്ന് ഈ മോഷണം പോയി എന്ന് പറയുന്ന വസ്തുവകകൾ സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടിയതായിട്ട് പറയുന്നു. ആ കേസ് ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പൊ ഒരു പരാതി കിട്ടിയാൽ പോലീസിന് അന്വേഷിക്കണം, പ്രതിയെ പിടിക്കണം, ചോദ്യം ചെയ്യണം, എഴുത്തുകുത്തുകൾ പൂർത്തീകരിക്കണം. ഞാൻ പറയാം. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നു. പോലീസിനെ സംബന്ധിച്ച് ഒരു പരാതി കിട്ടിയിട്ട് നടപടി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അതാകും പിന്നീട് ഒരു ഒഫൻസ്. അതിനുശേഷം പിറ്റേ ദിവസം പരാതിക്കാർ തന്നെ വന്ന് തിരിച്ചു പറയുന്നു. ആ സാഹചര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ആ സ്റ്റേഷനിൽ വെച്ച് ഈ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹോദരിക്കുണ്ടായിട്ടുള്ള അനുഭവം അത് കേരളത്തിന്റെ പോലീസ് നയത്തിന്റെ ഭാഗമായിട്ടല്ല. ജനമൈത്രി പോലീസും മാതൃകാ പോലീസും നിരവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ പോലീസും കേസ് അന്വേഷണത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി മാറിയ പോലീസും അതുപോലെ തന്നെ മയക്കുമരുന്ന് മറ്റ് കേസുകളിലെല്ലാം വളരെ സാഹസികമായി പ്രതികളെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പിടിച്ചുകൊണ്ടുവരുന്ന പോലീസുമൊക്കെയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ഒരു പരാതി ഉയർന്നു വരുന്നു, മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്, കുടിവെള്ളം ചോദിച്ചിട്ട് പോലും കൊടുത്തിട്ടില്ല, അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഏത് പോലീസ് സ്റ്റേഷനിലും അത്തരം അനുഭവം ഉണ്ടായാൽ മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും അത്തരത്തിലുള്ള പോലീസ് ഓഫീസർമാർ പോലീസ് സേനയുടെ ഭാഗമായി മാറാൻ നിൽക്കാൻ
അർഹതയില്ലാത്തവരുമാണ്. 101 പോലീസുകാർക്കെതിരെ അടുത്ത കാലത്ത് നടപടിയെടുത്ത വാർത്ത നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ഇവിടെ ഇന്ന് രാവിലെ മുതലുള്ള ചർച്ച, നിർഭാഗ്യകരമായിട്ടുള്ള ഒരു ചർച്ച, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നിട്ട് വേണ്ടത്ര പരിഗണന കിട്ടിയില്ല, ആ പരാതി മേശപ്പുറത്തേക്ക് ഇട്ടു, കേൾക്കാൻ തയ്യാറായില്ല എന്ന രൂപത്തിലാണ് അത് വ്യാഖ്യാനിക്കുന്നത് ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് അടക്കം അത് ഏറ്റുപിടിച്ചു. ഒരു കോഴിക്കോട്ടെ DCCC സെക്രട്ടറി നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എന്താണ് മലയാള മനോരമ പത്രത്തിൽ ഹെഡിംഗ് വാർത്തയായിട്ട് വരുന്നത്, അതാണ് പ്രതിപക്ഷ നേതാവിന്റെ അന്നത്തെ പത്രസമ്മേളനം എന്ന് കോൺഗ്രസ് നേതാവ് തന്നെ പറഞ്ഞ് നമ്മുടെ മുന്നിലുണ്ട്. റിപ്പോർട്ടർ ചാനലടക്കം ഇന്ന് രാവിലെ കൊടുത്ത വാർത്തകൾ ഏറ്റുപിടിച്ച് പ്രതിപക്ഷ നേതാവ് വലിയ ആക്രമണം നടത്തി. ഇപ്പോൾ ഇവിടെ പരാതിക്കാരിയുണ്ട്, അഭിഭാഷകനുണ്ട്. പരാതിക്കാരി എന്ന് വെച്ചാൽ ഈ വിഷയത്തിലെ പരാതിക്കാരി, അഭിഭാഷകനുണ്ട്. അവർ പറഞ്ഞല്ലോ, അവർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കേട്ടു. കേട്ടാൽ മതിയല്ലോ, കൃത്യമായി കാര്യങ്ങൾ കേട്ടിട്ട് നടപടി ഉണ്ടാകും, ഉചിതമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞു. ഒരിക്കലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒരു FIR റദ്ദാക്കാൻ അധികാരമില്ല, കൺസേൺഡ് കോടതിക്കേ പറ്റൂ. ഒരു FIR റദ്ദാക്കാൻ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമേ അധികാരമുള്ളൂ. മജിസ്ട്രേറ്റ് കോടതിക്കോ ജില്ലാ കോടതിക്കോ മറ്റു കോടതികൾക്കൊന്നും അധികാരമില്ല. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ കേട്ട പരാതി അനുസരിച്ച് തുടർ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇവിടെ അഭിഭാഷകൻ പറഞ്ഞല്ലോ, പിറ്റേ ദിവസം തന്നെ കന്റോൺമെന്റ് പോലീസിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ഇതിലെ പരാതിക്കാരിയായ ശ്രീമതി ബിന്ദുവിനെ ചോദ്യം ചെയ്യുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. 15 ദിവസത്തിനുള്ളിൽ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. ആ കൃത്യമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് 15 ദിവസത്തിനുള്ളിൽ കൊടുക്കുന്നു. അതിൽ തുടർ നടപടി വരുന്നു. ഇപ്പോൾ പോലീസിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയ, അതുപോലെ തന്നെ ഇതിലെ പരാതിക്കാരിയായ ബിന്ദുവിന് മെന്റൽ ആഗണി ഉണ്ടാക്കിയ ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് SIക്കെതിരെ നടപടി സ്വീകരിക്കുന്നു. മറ്റു ചില പോലീസുകാരുടെ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അന്വേഷണം നടക്കുകയാണ്. 2 മാസത്തിനുള്ളിൽ ഇതിന്റെ എൻക്വയറി പൂർത്തീകരിക്കുമെന്ന് ഈ ഉത്തരവിന്റെ അവസാനം തന്നെ പറയുന്നുണ്ട്. പരാതിയിൽ ക്രിയാത്മകമായിട്ട് ചർച്ചയിൽ കൂടി പങ്കെടുക്കാനുണ്ട്. ബിന്ദു, ഇപ്പോൾ അരുൺ പറയുന്നതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിരോധത്തിലാക്കി രാവിലെ ബിന്ദു പറഞ്ഞ കാര്യങ്ങൾ എന്നാണ്. ബിന്ദു രാവിലെ പറഞ്ഞ ആ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണോ, അതല്ല നേരത്തെ കിഷോർ അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞത് കേൾക്കാതെ പോയതാണോ ബിന്ദു? നമുക്കതിനകത്തൊരു വ്യക്തത വരുത്തണം. കാര്യം ബിന്ദു പറഞ്ഞതാണ് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ വാർത്തയായി നൽകിയത്. ബിന്ദു, ഞാൻ കേട്ടില്ല. കിഷോർ കേട്ട് കാണും, കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടില്ല. ഞാൻ മുമ്പേ അങ്ങ് ഇറങ്ങിപ്പോയി. അതിനുശേഷമാണ് വക്കീലിന്റെ ബാക്കിൽ നിന്ന് വന്നത്. അപ്പോൾ ഒരു മനോവിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് എന്ന് നമുക്കിപ്പോൾ അവസാനിപ്പിക്കാമോ അത്? അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു നിമിഷം അരുൺ, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ബിന്ദുവിന് പരാതിയുണ്ടോ? ബിന്ദു, കേൾക്കാമോ? കേൾക്കാം. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബിന്ദുവിന് പരാതിയുണ്ടോ? പരാതിയില്ല. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അധികം ബിന്ദുവിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം ആ മനോവിഷമത്തിൽ പറഞ്ഞു പോയതാണ് എന്ന വക്കീലിൻ്റെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. താങ്ക് യു ബിന്ദു, ചർച്ചയിൽ പങ്കുചേർന്നതിന്. എനിക്കറിയാം ബിന്ദുവിന് മറ്റ് 1-2 ചാനലുകളിൽ കൂടി ഇന്ന് ചർച്ചയ്ക്ക് പോകണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ബിന്ദുവിന് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയില്ല എന്ന് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അരുൺ ഇടപെടാം. അരുൺ എന്തോ എന്നോട് ചോദിക്കാൻ വന്നു. അതായത് ഈ പരാതിയുമായിട്ട് ബഹുമാനപ്പെട്ട അഭിഭാഷകനും ശ്രീമതി ബിന്ദുവും ചെല്ലുമ്പോൾ ആ പരാതിയുടെ ഉള്ളടക്കം വിശദമായി കേൾക്കാൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി തയ്യാറാകുകയും അതിനുശേഷം കൃത്യമായി നോക്കി ഉചിതമായി നടപടിയെടുക്കാം. പിറ്റേ ദിവസം തന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ ഇവരെ വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ തന്നെ ആ ഓഫീസ് എഫക്റ്റീവായിട്ട് പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ ഇന്ന് രാവിലെ മുതൽ നിരവധി ദൃശ്യമാധ്യമങ്ങളും പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാവരും വളരെ മോശമായി 4ാമത് വാർഷികം ആഘോഷിക്കുന്ന, മറ്റൊരു പരാതിക്കും ഇട കൊടുക്കാതെ 4 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, മറ്റൊരു വിഷയം ഉന്നയിക്കാനില്ലാത്തപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായിട്ട് രംഗത്ത് വന്നത് വളരെ മോശം പ്രവൃത്തിയായി പോയി. കാരണം അവരുടെ പരാതിക്കൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. നീതി കിട്ടണം. ഒരാൾക്കും സ്റ്റേഷനിൽ ഈ അനുഭവം ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിൽ അനുഭവം ഉണ്ടായ സമയത്തെല്ലാം കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നടപടി സ്വീകരിക്കാൻ നേതൃത്വം കൊടുത്ത, പോലീസിന് നിർദ്ദേശം കൊടുത്ത, എൻക്വയറി ആരംഭിച്ച, പിറ്റേ ദിവസം തന്നെ മൊഴിയെടുപ്പിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഇന്ന് പകൽ മുഴുവൻ ഉയർന്നു കേൾക്കാൻ ഇടയായത് നിർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യമാണ്. അത്ര മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തെയാണ് ഇത്തരത്തിൽ കളങ്കപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ശരി, ജനകയിലേക്ക് മടങ്ങി വരാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇപ്പോൾ ഇതാ ബിന്ദു തുറന്നു പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് തനിക്കൊരു പരാതിയുമില്ല. ബിന്ദുവിന്റെ അഭിഭാഷകൻ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞതും നമ്മൾ കേട്ടു. പ്രതിപക്ഷ നേതാവ്
അടക്കം ആരോപണം ഉന്നയിച്ചതും ഈ വിഷയത്തിലാണ്. പക്ഷേ രാവിലെ ബിന്ദു പറഞ്ഞിരുന്നത് അങ്ങനെയല്ല. പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് മറ്റു 2 ഓഫീസിലും ഉണ്ടായിരുന്ന പ്രതികരണം പോലെയല്ല തനിക്ക് തോന്നിയത്. തൻ്റെ അപേക്ഷ, തൻ്റെ പരാതി വായിച്ചു നോക്കാതെ മേശപ്പുറത്തിട്ടു, കോടതിയെ സമീപിക്കാൻ പറഞ്ഞു എന്നാണ് ബിന്ദു പറഞ്ഞതും. അതാണ് നമ്മൾ പ്രധാനപ്പെട്ട വാർത്തയാക്കി പിന്നീട് മാറ്റുകയും ചെയ്തത്. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, എന്തുകൊണ്ടായിരിക്കും നമ്മുടെ പോലീസിംഗ് സംവിധാനം ഇത്രയും നാളായി മെച്ചപ്പെടാത്തത്? ഒരാളെ കണ്ടാൽ, അവരുടെ ശരീരം കണ്ടാൽ, പേര് കണ്ടാൽ, അവരുടെ മേൽവിലാസം കണ്ടാൽ തന്നെ പ്രതി ചേർക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥ പോലീസിന് എങ്ങനെ വരുന്നു? പരാതിക്കാരിയെ വിശ്വസിക്കുകയും എന്നാൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആരോപണ വിധേയയായ ആളെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന മനോനില എങ്ങനെയാണ് നമ്മുടെ പോലീസിന് വരുന്നത്? അഡ്വക്കേറ്റ് ഷിബു മീരാൻ. ഡോക്ടർ അരുൺകുമാർ, നമ്മുടെ കേരളത്തിൻ്റെ ഒരു പോയ കാലമുണ്ട്. നമ്മുടെ നാട്ടുകാരൊക്കെ പോലീസുകാരെ ഏമാനെന്ന് വിളിക്കും, പോലീസുകാരെ നാട്ടിലെ പ്രമാണിമാരെ അങ്ങന്നെന്ന് വിളിക്കും, എന്നാൽ നാട്ടിലെ സാധാരണക്കാരനെ പച്ചത്തെറി വിളിക്കും. അന്നൊക്കെ പോലീസുകാർക്ക് നിക്കറായിരുന്നു, പിന്നെ ആ നിക്കറൊക്കെ മാറി അവർ പാൻഡിട്ടു. നമ്മുടെ ആ ഒരു ഫ്യൂഡൽ കാലഘട്ടത്തെ ഒരുപാട് സമരങ്ങളിലൂടെ നമ്മൾ മറികടന്നു. കേരളത്തിൽ ജനാധിപത്യ അവകാശങ്ങൾ ഇന്ത്യയിൽ മറ്റെവിടത്തേക്കാളും ലഭിക്കുന്ന ഒരു മികച്ച സംസ്ഥാനമായി മാറുക തന്നെ ചെയ്തു. അത് നമ്മളെല്ലാവരും പങ്കുവഹിച്ചതാണ്. അങ്ങനെയുള്ളൊരു കേരളത്തിലിരുന്നാണ് നമ്മൾ ഇത്രയും സമയം ബിന്ദുവിനെ കേട്ടത്. ആ ചർച്ചയിൽ ബിന്ദുവാണത് അനുഭവിച്ചത്. വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിൽ പോയി എടുത്തു കുടിച്ചോ എന്ന പോലീസുകാരൻ പറയുന്നത് ബിന്ദുവിനോടാണ്. അത് കേട്ടത് ബിന്ദുവാണ്. രാത്രിയുടെ എല്ലാ അപമാനവും എല്ലാ യാതനകളും അനുഭവിച്ചത് അവർ തന്നെയാണ്. പക്ഷേ 40 മിനിറ്റ് ചർച്ച പൂർത്തിയാവുമ്പോൾ നമ്മുടെ ഒരു പ്രാഥമികമായ ജനാധിപത്യത്തിലൊരു സങ്കല്പമുണ്ടല്ലോ, പോലീസിനെ വരച്ച വരയിൽ നിർത്തി ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ കൊടുക്കേണ്ടത്, വിശേഷിച്ച് അത് കേരളത്തിലെ പോലീസാവുമ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ നിലവാരത്തിലേക്ക് ഉയർന്നു പ്രവർത്തിക്കേണ്ടുന്ന ഉത്തരവാദിത്തം അവിടെയുണ്ട്. ഇപ്പോൾ നമ്മൾ 10-40 മിനിറ്റ് കഴിയുമ്പോൾ അതൊരു പോലീസുകാരുടെ ഒറ്റപ്പെട്ടൊരു പ്രശ്നമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉചിതമായ നടപടിയെടുത്തിരിക്കുന്നു, മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ തീർപ്പാക്കി നമ്മൾ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുകയാണ്. ഉചിതമായ നടപടി ഈ വിഷയത്തിൽ എടുത്തു. നമ്മൾ ആദ്യം ഓർക്കേണ്ടത്, ഡോക്ടർ അരുൺകുമാർ, ബിന്ദു എന്ന ഈ സ്ത്രീ കേരളത്തിൻ്റെ ആദ്യത്തെ അനുഭവമല്ല. നമുക്കൊരു വിനായകനുണ്ടായിരുന്നു. ആ വിനായകനെ പോലീസുകാർ ക്രൂരമായി ഇടിച്ചു, ഒരു മാല മോഷ്ടിച്ചു എന്നും പറഞ്ഞാണ് ക്രൂരമായി മർദ്ദിച്ചു. വിനായകൻ ആത്മഹത്യ ചെയ്തു. വിനായകൻ്റെ അച്ഛൻ കൃഷ്ണേട്ടൻ ഇതേ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോയി കണ്ടു 2017. അന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്, എൻ്റെ മകനെ ഒരു കാരണവുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ചതിൻ്റെ മനോവിഷമത്തിലാണ് അവൻ ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് ഈ പോലീസുകാർക്കെതിരെ കൃത്യമായ നടപടി വേണം. 7 വർഷം കഴിഞ്ഞു ഡോക്ടർ അരുൺകുമാർ. കഴിഞ്ഞ വർഷമാണ് ഈ പിണറായി വിജയൻ്റെ ഈ മികച്ച പോലീസ് ഉചിതമായ നടപടിയെടുക്കുന്ന കേരളത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് അവർക്കെതിരെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത്. അത് SC/ST കോടതിയുടെ ഉത്തരവിൻ്റെ പുറത്താണ്. ഇനി പോലീസിൻ്റെ കാര്യം തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ദേവപ്രിയ എന്ന പേരുള്ളൊരു ചെറിയ പെൺകുട്ടി, അവൾ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലേക്ക് വരുന്ന ഒരു ലോറി കാണാൻ അവളുടെ അച്ഛൻ കൊണ്ടുപോയതാണ്. അച്ഛൻ്റെ അരികിൽ അവിടെ ഇരുന്ന് കാണിക്കുന്നു. അപ്പോൾ അവിടെ പിങ്ക് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് ഒരു സംശയം, എൻ്റെ ഒരു ഫോൺ നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ കുട്ടിയെ കണ്ടപ്പോൾ ഈ കുട്ടിയെ അത് മോഷ്ടിച്ചതാവാൻ തരുള്ളൂ. കാരണം അവിടെ ഇത്തിരി മങ്ങിയ നിറമുള്ള കുപ്പായൊക്കെ ഇട്ട് ഇവർ നിർവചിച്ച സൗന്ദര്യത്തിൻ്റെ ഈ വെളുത്ത നിറത്തിലൊന്നും വരാത്ത പെൺകുട്ടി ആയതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്തു, അതിൻ്റെ അച്ഛനെ അപമാനിച്ചു. ആ ഫോൺ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടി. ആ കുടുംബം നിയമ നടപടി സ്വീകരിച്ചു. ആ പിഞ്ചു കുഞ്ഞിൻ്റെ മനോവിഷമം കണ്ട് ഇവിടുത്തെ ഹൈക്കോടതി 2.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം എന്നാവശ്യപ്പെട്ടു ആ പാവപ്പെട്ട പെൺകുട്ടിക്ക്. നമ്മുടെ ഈ ഉചിതമായ നടപടി എടുക്കുന്ന പോലീസ് ആ 2.5 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് അവർ കോടതിയിൽ പോകാനുണ്ടായത്. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയെ വിളിച്ചിട്ട്, നീ അപമാനിക്കപ്പെട്ടതിൽ ഈ കേരളത്തിനാകെ വിഷമമുണ്ടെന്ന് പറഞ്ഞു ആ പോലീസുകാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച് ആ പണം കൊടുക്കല്ലേ വേണ്ടത് ഈ ഉചിതമായ നടപടി സ്വീകരിക്കുന്ന പോലീസ്. അതുണ്ടായില്ലല്ലോ ഡോക്ടർ അരുൺകുമാർ. നമ്മളിപ്പോൾ വേടൻ എന്ന നമ്മുടെയൊക്കെ അഭിമാനമായിട്ടൊരു പാട്ടുകാരനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. പലരും അയാളെ വിചാരണ ചെയ്യുമ്പോഴും നമ്മൾ അയാളുടെ കൂടെ നിൽക്കുന്നത് അയാളുടെ ആ പാട്ടിലെ വരികൾ ഉയർത്തുന്ന വലിയൊരു രാഷ്ട്രീയമുണ്ട്. ഞാൻ പിറന്ന മണ്ണിൽ എന്നെ വെറുപ്പോടെ നോക്കുന്നു, പണിയെടുത്ത് തൊലി കറുത്തു പോയപ്പോൾ എന്നെ മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞ അയാളുടെ രാഷ്ട്രീയം. ഇന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് വേടൻ പാട്ടിൻ്റെ തലതൊട്ടപ്പനാണ് എന്നാണ്. വേടന് ഈ പറയുന്ന ജാതിയുടെ പ്രിവിലേജ് ഒന്നും ഇല്ലെങ്കിലും വേടന് ഇപ്പോൾ കിട്ടുന്ന വേറൊരു പ്രിവിലേജ് ഉണ്ട്. എന്താണെന്നറിയോ ഡോക്ടർ അരുണ്? വേടനൊരു മാസ് അപ്പീലുണ്ട്. ഇത് സർക്കാരിൻ്റെ 4ാം വാർഷികമാണ്. അപ്പോൾ വേടൻ്റെ കൂടെ ഇവർ നിൽക്കും. പക്ഷേ ബിന്ദുവിൻ്റെ കൂടെ, വിനായകൻ്റെ കൂടെ, ദേവപ്രിയയുടെ കൂടെ ഇവർ നിൽക്കില്ല. കാരണം അവർ അടിത്തട്ട് മനുഷ്യരാണ്, മാസ് അപ്പീലില്ലാത്തവരാണ്, ദുർബലരാണ്. അവരെ അവഗണിക്കാനും പേറേണ്ടവരെ പേറാനും ഈ ഗവൺമെൻറ്റിന് 1%
ഈ വിഷയത്തിൽ പിണറായി പോലീസ് ഞങ്ങൾക്ക് വിശ്വാസമില്ല. 17 കസ്റ്റഡി മരണങ്ങൾ ഈ കേരളത്തിൽ ഇപ്പോൾ നടന്നു കഴിഞ്ഞു എന്ന് കഴിഞ്ഞ വർഷം നിയമസഭയിൽ പിണറായി വിജയൻ കുറിപ്പ് എന്നാ ഇത് അവസാനിക്കുക, ആരാധന നിലക്ക് നിർത്തുക, അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ പിണറായിയെ വേട്ടയാടുന്നു എന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല കേട്ടോ. നമ്പർ 1 പോലീസിന്റെ ക്രെഡിറ്റ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ പോലീസ് കാട്ടിക്കൂട്ടുന്ന തോന്നിയാസങ്ങളുടെ ഉത്തരവാദിത്തവും കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി. മറുപടി അരുൺകുമാർ പറയണം. ദിനുവയിൽ നമുക്കൊപ്പമുണ്ട്. ദിനുവയിൽ ഈ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ അധിക ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല, പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഒരു തുടർച്ചയാവുന്നത്? ദിനുവയിൽ 1ഉം 2ഉം കൊണ്ട് പഠിക്കുന്നില്ലേ? മാത്രമല്ല, ഏറെ ഗുരുതരമായൊരു പിഴവ് സംഭവിച്ചത് ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ട മിനിമം അവകാശം പോലും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതും ഒരു രാത്രി മുഴുവൻ ചോദ്യം ചെയ്യുക, വെള്ളം ചോദിക്കുന്ന സമയത്ത് കുളിമുറിയിൽ നിന്ന് എടുത്ത് കുടിക്കാൻ പറയുന്ന തരത്തിൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള പരിചരണമാണ് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടാവുന്നത്. മുൻവിധിയോടുകൂടി പോലീസ് പ്രവർത്തിക്കുമ്പോൾ ജാതി ഘടന ഈ പോലീസിംഗ് സംവിധാനത്തിൽ ഇഴചേർന്നിരിക്കുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? 1ഉം 2ഉം കൊണ്ട് പഠിക്കുന്നില്ലല്ലോ നമ്മുടെ പോലീസ്. നമ്മൾ വളരെയധികം കൊളോണിയൽ കാലഘട്ടത്തിൽ എതിർത്തിരുന്നൊരു നിയമം തന്നെയായിരുന്നു ക്രിമിനൽ ട്രൈബ്സ് ആക്ട് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ആ നിയമം ഇല്ലാതായിട്ട് പോലും ആ നിയമത്തിൻ്റെ ഒരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനാണെങ്കിൽ അവൻ കുറ്റം ചെയ്തു എന്ന് കൽപ്പിക്കുന്ന രീതിയിൽ നേരത്തെ പ്രജുഡൈസ്ഡ് ആയിട്ട് പെരുമാറുന്ന കൊളോണിയൽ മനോഭാവം ഇനിയും കേരളത്തിലെ പല പോലീസുകാരെയും വിട്ടുപോയിട്ടില്ല എന്നാണ് ഈ തുടർച്ചയായിട്ടുള്ള ഇൻസിഡൻസ് നമ്മൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. പോലീസിനെ കണ്ടാൽ സുരക്ഷ തോന്നേണ്ട ഇടമായ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കുറ്റാരോപിതയായിട്ടുള്ള ഒരു വ്യക്തിക്ക് തനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നി എന്ന ഇടത്തിലേക്കുള്ള മനോവിഷമത്തിലേക്ക് എത്തിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ സംവിധാനം ഈ കൊളോണിയൽ ബേർഡൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ശ്രീ KS അരുൺകുമാർ ഇവിടെ പറഞ്ഞു ഇത് ചില ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നോ മറ്റുള്ള ഇടപെടൽ കാര്യങ്ങളിലൊക്കെ കൃത്യമായ നടപടികൾ സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത്. ഇത് തീർച്ചയായും തെറ്റായ വാദമാണ്. ഒരുപക്ഷെ കേരളത്തിലെ കഴിഞ്ഞൊരു പോലീസ് അട്രോസിറ്റി കേസുകൾക്കകത്ത് കഴിഞ്ഞൊരു 5 വർഷത്തെ ചരിത്രമെങ്കിലും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 2 കേസുകൾ മാത്രം ഞാൻ പറയാം. ഒന്ന് തെന്മലയിലെ രാജീവിന്റെ കേസ്. സമാനമായി കള്ളക്കേസിൽ കുടുക്കി അസഭ്യം പറഞ്ഞ് കൈവിലങ്ങിട്ടുകൊണ്ട് കോവിഡ് കാലത്ത് പോലീസ് സ്റ്റേഷനിൽ മുന്നിൽ നിർത്തിയ രാജീവ് കൊടുത്ത പരാതിക്കകത്ത് യാതൊരു നടപടിയും ഇവിടുത്തെ നിയമ സംവിധാനം കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ആ ഉദ്യോഗസ്ഥരെ വെള്ളപൂശാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ സിസ്റ്റം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. എന്താണ് അവർക്ക് കിട്ടിയ ശിക്ഷ എന്ന് പറയുന്നത്? ഒരു ദളിത് യുവാവിനെ കള്ളപ്പരാതിയിൽ കുടുക്കി സ്റ്റേഷനിന് മുന്നിൽ കൈവിലങ്ങ് വെച്ച ആ ഉദ്യോഗസ്ഥർക്ക് ഈ പറയുന്ന പോലീസ് സേന നൽകിയ ശിക്ഷ എന്ന് പറയുന്നത് 1 വർഷത്തേക്കുള്ള വാർഷിക ഇൻക്രിമെന്റ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് കൊടുത്ത മഹാശിക്ഷ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള കേസിനകത്ത് റെഫർ റിപ്പോർട്ടാണ് ഈ പറയുന്ന ആളുകളെ സംരക്ഷിക്കുമെന്ന് പറയുന്ന ഈ സർക്കാർ കൊടുത്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തുടർന്ന് SC/ST കോടതിക്കകത്ത് പ്രൈവറ്റ് അന്യായം ഫയൽ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തുള്ളത്. ദേവിപ്രിയയുടെ കേസ് നേരത്തെ പറഞ്ഞു, വ്യക്തിപരമായി ഇടപെട്ട ഒരു കേസ് തന്നെയാണ് അതും. അതിനകത്ത് എന്താണ് നടപടി സ്വീകരിച്ചത്? ഈ ഉദ്യോഗസ്ഥയെ ഹൈക്കോടതിയിൽ കേസ് വന്നതിന് ശേഷം മാത്രം മാറ്റി നിർത്താനും കേവലം ഈ ഉദ്യോഗസ്ഥയ്ക്ക് ചില മാനസാന്തരം ഉണ്ടാക്കാനുള്ള ട്രെയിനിങ്ങുകളിലേക്ക് മാത്രമാണ് വിട്ടിട്ടുള്ളത്. കേരളത്തിനകത്ത് കഴിഞ്ഞ 5 വർഷത്തിനകത്ത് ഒരുപക്ഷെ മികച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ പോലും ഡെലിക്വൻ്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസർമാരെ നിയമപ്രകാരം അനുശാസിക്കുന്ന ശിക്ഷാ നടപടികളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ആ കാര്യത്തിനകത്ത് ആഭ്യന്തര വകുപ്പ് പരാജയപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഡെലിക്വൻ്റ് ആയിട്ടുള്ള ഓഫീസർമാർക്ക് വീണ്ടും ഇത്തരം പ്രവർത്തികൾ ചെയ്യാനുള്ള ഊർജം കിട്ടുന്നത് ഒരുപക്ഷെ കൃത്യമായ നടപടികൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിന്നുണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് അവർക്ക് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുവാനുള്ള ഒരു കാര്യം ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ ആർട്ടിക്കിൾ 22 പ്രകാരം പരമപ്രധാനമായി കൊണ്ട് കുറ്റാരോപിതരായപ്പെട്ട ഏതൊരു വ്യക്തിക്കും കിട്ടേണ്ട ചില മൗലികാവകാശങ്ങളുണ്ട്. DK ബസു കേസിനകത്ത് അടക്കം പുറപ്പെടുവിച്ച ചില പ്രധാനമായ ഉത്തരവുകളുണ്ട് സുപ്രീം കോടതിയെ. ഇതിനെയൊക്കെ ആകെ ലംഘിച്ചുകൊണ്ടാണ് ബിന്ദു എന്ന് പറയുന്ന കുറ്റാരോപിതയായ വ്യക്തിക്കെതിരെ, നിരപരാധിക്കെതിരെ ഇത്രയും ക്രൂരമായിട്ടുള്ള ഇടപെടലുകൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കൃത്യമായി ഈ ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ ഒരു കൃത്യമായ അച്ചടക്ക നടപടിയല്ല. എന്ത് അച്ചടക്ക നടപടി ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം. ഇത് കൃത്യമായി നീലാവട്ടി ബേര കേസിലൊക്കെ പറയുന്ന പോലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ടോർട്ടാണ്. സ്റ്റേറ്റ് കൃത്യമായി ഇവർക്കുണ്ടായ മനോവിഷമത്തിനകത്ത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം സ്റ്റേറ്റിനുണ്ട് എന്നുള്ളത് കൂടെ സ്റ്റേറ്റ് മറക്കരുത്. ഡെലിക്വൻ്റ് ഓഫീസർമാരെ നിലയ്ക്ക് നിർത്താൻ ഇനി ഭരണകൂടം തയ്യാറായിട്ടില്ലെങ്കിൽ കാലാകാലങ്ങളിൽ
ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലും മാത്രം നീതി തേടിക്കൊണ്ട് ഈ മനുഷ്യർക്ക് കടന്നു ചെല്ലേണ്ടി വരും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അത് തന്നെയാണ്. നിറം നോക്കി മുൻവിധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പോലീസിംഗ് സംവിധാനമായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മുൻപുള്ള കേസുകളിലേതുപോലെ ഒരു മുൻവിധിയോട് കൂടിയുള്ള ഒരു പരിചരണം ഈ വിഷയത്തിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അരുൺകുമാറിലേക്ക് പോകുന്നു. നമുക്കിനി സമയം 4 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. 1.5 മിനിറ്റ് വീതം അതിഥികൾ ഉപയോഗിക്കുക. അതിനു മുൻപ് ഇപ്പോൾ UDFിന്റെ പ്രതിനിധി ഷിബു മീരാൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൂടെ മറുപടി പറയാം അഡ്വക്കേറ്റ് KS അരുൺകുമാർ. ഇതെന്തുകൊണ്ട് ആവർത്തിക്കുന്നു? ദേവപ്രിയയുടെ കാര്യത്തിലാണെങ്കിലും ശരി, അതിനു മുമ്പ് വിനായകന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഇതേപോലെ പ്രവർത്തിക്കുന്ന പോലീസുകാരെ പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 9 വർഷം പിന്നിടുന്ന പിണറായി സർക്കാരും 4ാം വർഷം പിന്നിടുന്ന ഇടതു സർക്കാരും ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താനും അവർക്ക് ഈ പറയുന്ന ബോധ്യം കൊടുക്കാനും, ഒരു നീതിയുടെ ബോധ്യം അവർക്ക് പകർന്നു കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല എന്നല്ലേ ബോധ്യമാകുന്നത്? ഓരോ തവണ പരസ്യത്തിലേക്ക് പോകുമ്പോഴും താങ്കൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഈ ബിന്ദുവിനെ കള്ളിയാക്കിയത് പോലീസുകാരാണോ? ബിന്ദുവിനെ കള്ളിയാക്കിയത് ആ വീട്ടുടമസ്ഥയായ ലേഡി കൊടുത്ത കള്ളപ്പരാതിയാണ്. അല്ല, അത് പരാതി കിട്ടിയാൽ കേസെടുക്കും. ഞാനിപ്പോ മനസ്സിലാക്കുന്നത് ഫർദർ പ്രൊസീഡിംഗ്സ് ഡ്രോപ്ഡ് എന്നതാണ്, ബിന്ദുവിനെതിരായിട്ടുള്ള പ്രൊസീഡിംഗ്സ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം FIR റദ്ദാക്കാൻ ആർക്കും അധികാരമില്ല. ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ പറ്റൂ. അതിൽ ഫർദർ റിപ്പോർട്ട് കൊടുത്ത് ഫർദർ പ്രൊസീഡിംഗ്സ് ഡ്രോപ്ഡ് ആണ് പോലീസിന് ചെയ്യാൻ. അത് ചെയ്തിട്ടുണ്ട്. പരാതിക്കാരിയുടെ വീട്ടിൽ പോകാതെ ഈ പറയുന്ന ആരോപണ വിധേയയുടെ വീട്ടിൽ പോയി അവരെ ആ സമൂഹത്തിന് മുന്നിൽ കള്ളിയാക്കി ചിത്രീകരിച്ചത് പോലീസാണ് എന്ന എന്റെ അഭിപ്രായത്തിൽ താങ്കൾ എങ്ങനെ വിയോജിക്കുക? ആ കള്ളപ്പരാതിയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ കള്ളപ്പരാതി കൊടുത്ത ഈ വീട്ടുടമയ്ക്കെതിരെ കേസെടുക്കണം. അത് ഈ നിമിഷം വരെയും എടുത്തിട്ടില്ല. എങ്ങനെ പറ്റും? 23-ാം തീയതി കംപ്ലൈന്റ് കിട്ടുന്നു. ആ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നു. ആ FIR കൃത്യമായിട്ട് വന്ന സമയം, പരാതി രജിസ്റ്റർ ചെയ്ത സമയം, മൊഴി എല്ലാം ഉണ്ട്. പിറ്റേ ദിവസം ഈ തൊണ്ടി മുതൽ ആ വീട്ടിൽ നിന്ന് കിട്ടി എന്നുള്ള ഇൻഫർമേഷൻ വരുന്നു. ആ സമയത്ത് എങ്ങനെ ഈ കിട്ടിയ പരാതി രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തന്നെ എത്ര ന്യൂസ് അവർ ചർച്ച ചെയ്യും? FIR ഇട്ടാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പ്രാഥമികമായ ഒരു അന്വേഷണം. ഈ മോഷണം മുതൽ കളവ് പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ? അത് കൃത്യമായി പരാതിക്കാരി വന്ന ഓറൽ എവിഡൻസ് റിട്ടേൺ ആയിട്ട് FIS കൊടുക്കുന്നു. ആ ഫസ്റ്റ് ഇൻഫർമേഷൻ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. എന്താണ് മിസ്റ്റർ ഡോക്ടർ അരുൺ FIS ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്? ഫസ്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുന്നത് ആ ഇൻഫോർമെന്റ് ഒപ്പിട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത്ര വാല്യൂബിൾ ആയ സ്റ്റേറ്റ്മെന്റ് പോലീസിന്റെ മുന്നിൽ വരുമ്പോ ഇൻ ദി ലൈറ്റ് ഓഫ് FIS പോലീസ് ഷാൽ രജിസ്റ്റർ FIR ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു, ആ പ്രതിയെ ചോദ്യം ചെയ്യുന്നു. പിറ്റേ ദിവസം ഇൻഫോർമെന്റ് തന്നെ പറയുന്നു തൊണ്ടി മുതൽ കിട്ടിയെന്ന്. അങ്ങനെ വരുമ്പോൾ പോലീസിന് ചെയ്യാൻ കഴിയുക CRPC പ്രകാരം, അതുപോലെ ക്രിമിനൽ നടപടിക്രമങ്ങൾ പ്രകാരം ചെയ്യാവുന്ന കാര്യങ്ങൾ ഫർദർ കംപ്ലൈന്റ്, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഡ്രോപ്ഡ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുക്കാൻ. നിങ്ങൾ പറയുന്നത് പോലെയും പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെയും CRPC വളച്ചൊടിക്കാൻ കഴിയില്ല. എന്റെ വീട്ടിൽ നിന്ന് ഈ 10 പവൻ സ്വർണം മോഷണം പോയി, അതെടുത്തത് മറ്റൊരാളാണ്, ഈ പാനലിൽ ഇരിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ അയാളെ പോലീസ് ഇന്ന് രാത്രി പിടിച്ചുകൊണ്ടുപോകും. ഇതേപോലെ ഒരു 20 മണിക്കൂർ ചോദ്യം ചെയ്യൂ. 20 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം ഒരു നിമിഷം താങ്കൾ കേൾക്കൂ. താങ്കൾ ഇപ്പോൾ, ഞാൻ താങ്കളുടെ പേരല്ല, ഈ പാനലിരിക്കുന്ന ആരുടെയെങ്കിലും വീട്ടിൽ അവരുടെ പൊതുസമൂഹത്തിൽ ഇന്ന് നാളെ രാവിലെയോ രാത്രിയിലോ പോലീസ് ഇതേപോലെ കൊണ്ടുപോയി ഞാൻ പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ തെളിവെടുപ്പ് നടത്തൂ. ആദ്യം അത് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസിന് ബോധ്യപ്പെടണ്ടേ? ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് വന്നു, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് തയ്യാറാക്കി, അത് ബോധ്യപ്പെടണ്ടേ പോലീസിന്? മിസ്റ്റർ ഡോക്ടർ അരുൺ, നിങ്ങൾ വീണെടുത്ത് കിടന്ന് ഉരുളണ്ട. ഇന്ന് രാവിലെ കൊടുത്ത വാർത്ത, പോലീസ് സ്റ്റേഷനിൽ വെച്ച് വെള്ളം കുടിക്കാൻ പറഞ്ഞു, കേട്ടാലറിക്കുന്ന അസഭ്യം പറഞ്ഞ്, ആ സ്ത്രീ അപമാനിച്ചതിനു ശേഷം പരാതി കിട്ടി, അതുകൊണ്ട് കേസെടുത്തു. ശരി, കേസെടുത്തു. പക്ഷെ ആരാണ് ഈ സ്ത്രീയെ പീഡിപ്പിക്കേണ്ടത്? മാനസികമായി പീഡിപ്പിക്കേണ്ടത് ഏത് CRPC പ്രകാരം, ഏത് IPC പ്രകാരമാണ് ഇവർക്ക് വെള്ളം കൊടുക്കാതിരുന്നത്? ഏത് IPC പ്രകാരമാണ് ഈ പരാതി കിട്ടിയപ്പോൾ പരാതിക്കാരിയുടെ വീട്ടിൽ പോയി അത് പരിശോധിക്കാതെ ഇവരുടെ വീട്ടിൽ പോയി പരിശോധന നടത്തിയത്?
ഏത് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ തൊണ്ടി മുതൽ പരിശോധിക്കാൻ ആ പ്രതിയെ കൊണ്ട് എവിടെയൊക്കെ പോകണമെന്ന് പോലീസ് ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാ തീരുമാനിക്കേണ്ടത്, മാധ്യമങ്ങളല്ല തീരുമാനിക്കേണ്ടത്. എവിടെയെങ്കിലും കുറവുണ്ടോ പരാതി സ്വീകരിച്ച് ഒരു പ്രശ്നമില്ല. എല്ലാം പൊളിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു സ്വാധീനവുമില്ലാത്ത സാധുവായി പോയി 20 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവരെ നിരന്തരം മാനസികമായി പീഡിപ്പിക്കുകയും അവരുടെ വീട്ടിലടക്കം കൊണ്ടുപോയി പെൺകുട്ടികളുടെ പേരിൽ കൂടി കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇത് ബിന്ദുവായിപ്പോയി. അതുകൊണ്ടാണ് 20 മണിക്കൂറിനുള്ളിൽ കേസ് വരുന്നത്, 20 മണിക്കൂറിനുള്ളിൽ അന്വേഷണം വരുന്നത്. ആരായാലും ആ സ്പോണ്ടേനിയസ് ആയിട്ട് ആക്ഷൻ വരുന്ന ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. ഇവിടെ ഘട്ടം മുതൽ ഒച്ചെടുക്കല്ലേ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണം ഞാൻ പറഞ്ഞില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ബിന്ദുവിന്റെ ആരോപണം ബിന്ദുവിന്റെ അഭിഭാഷകൻ നിഷേധിച്ചിട്ട് നമ്മൾ ചർച്ചയില്ല. പക്ഷേ അതിനപ്പുറം പോലീസിനെ ന്യായീകരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് എസ് ഐ പ്രസാദിനെ, ആ പ്രസന്നനെ. അല്ലല്ല നിങ്ങൾ എത്ര ന്യായീകരിച്ച ഒറ്റ മിനിറ്റ്. ഒരു ഘട്ടത്തിൽ പോലും പോലീസിനെ ന്യായീകരിച്ചുകൊണ്ടല്ല ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. 101 പോലീസുകാരെ പുറത്താക്കിയ ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്നും അതുകൊണ്ട് ഇത്തരത്തിൽ കുറ്റാരോപിതർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഈ ഗവൺമെന്റ് എടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ചർച്ച തുടങ്ങിയത്. പക്ഷെ നിങ്ങൾ ഇവിടെ ആ ബിന്ദുവും അഭിഭാഷകനും പറഞ്ഞപ്പോ നിങ്ങൾ ഈ പകല് കൊണ്ടുവന്ന വാർത്ത മുഴുവൻ അതവിടെ നിൽക്കട്ടെ. ബിന്ദു പറയുന്ന സമയത്ത് ബിന്ദുവിന്റെ അഭിഭാഷകൻ പറയുന്ന സമയത്ത് വ്യക്തമാക്കിയതും ഞാനാണ്. അതുകൊണ്ട് ആരോപണം എന്റെ ചുമതല കിട്ടിയിരിക്കുന്നത്. പക്ഷേ അരുൺ പറഞ്ഞ വാചകം ഇതാണ്, ഇത് പോലീസ് കൃത്യമായ പരാതിയാണോ അത്? കൃത്യമായ പരാതിയാണോ അത്? അല്ല ഒറ്റപ്പെട്ട അതെ എഫ്ഐആർ ഫസ്റ്റ് അല്ല ഒറ്റ അതെങ്ങനെ കണ്ടെത്തും? ഫസ്റ്റ് ഒരാൾക്കെതിരെ പരാതി പറഞ്ഞാൽ അയാളെ പിടിച്ച് ജയിലിലാക്കുന്നതും അയാളെ അറസ്റ്റ് ചെയ്തതുമല്ല പോലീസ്. അവിടെ സംഭവം എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത പോലീസിനില്ലേ? ജയിലിലിട്ടില്ല. എത്ര ബാലിശമായ വാദം, എത്ര ബാലിശമായ വാദം. ഒരു ബാലിശമായ വാദമല്ല. 20 മണിക്കൂർ നേരം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി അവർക്ക് വെള്ളം പോലും കൊടുക്കാതെ മാനസികമായി പീഡിപ്പിച്ചതിന് ശേഷം അരുണ് പറയുകയാണ് ഇതാണ് പോലീസിന്റെ നടപടി. കൃത്യസമയത്ത് നടപടി ഉണ്ടാവും. അങ്ങനെ നടപടി ഉണ്ടാവാത്ത 100 കഥകൾ അങ്ങനെ നടപടി ഉണ്ടാവാത്തത് പോലീസിൽ പരാതി കൊടുത്തതിന് ശേഷം നടപടിയെടുക്കാൻ വൈകിയതിന്റെ പേരിൽ നടപടിയെടുക്കും. വിനായകന്റെ പേരിൽ നടപടിയെടുക്കും. വിനായകന്റെ പേരിൽ നടപടിയെടുക്കും. അല്ലല്ല നിങ്ങൾ ഒച്ചെടുക്കുക. 15 ദിവസം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാറ്റർ ഒരു കാര്യമില്ല. അത് ഈ ചർച്ചയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. ഇനി അത് പറഞ്ഞ് ഈ എസ് ഐ പ്രസാദിന്റെ കാര്യത്തിൽ ഇനി 2 പേരും കൂടി ഉണ്ട്. 15 ദിവസം ഇനി 2 പേരും കൂടി ഉണ്ട്. ഇതിൽ മറ്റൊരു പോലീസുകാരൻ ഈ കുളിമുറിയിൽ നിന്ന് വെള്ളമെടുത്ത് സസ്പെൻഡ് ചെയ്യാത്തത്, കുളിമുറിയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കാൻ പറഞ്ഞ പ്രസന്നനെ സസ്പെൻഡ് ചെയ്യാത്തത് അല്ല. നിങ്ങൾക്ക് ഈ കൃത്യമായി പോലീസിന്റെ റിപ്പോർട്ട് ഒന്ന് വായിച്ചാൽ മനസ്സിലാകും. അന്വേഷണം നടത്തി പ്രാഥമിക അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നടപടിയെടുക്കാൻ കഴിയൂ. അതിനുശേഷം ബിന്ദുവിന്റെ വീട്ടിൽ കൊണ്ടുപോകണം. അതാണ് സംഭവിച്ചത്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ബിന്ദുവിനെതിരെ പരാതി കിട്ടിയാൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. നിങ്ങൾക്ക് തെളിവെടുക്കാൻ ബിന്ദുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ബിന്ദുവിനെതിരെയുള്ള പരാതി ഡ്രോപ്പ് ചെയ്തപ്പോ ഒരു വാചകം വിളിച്ചു പറഞ്ഞു. ഈ പോലീസുകാർ ഒരാൾ ഈ ബിന്ദുവിനെ വിളിച്ചു പറഞ്ഞോ ഈ സ്വർണം കിട്ടിപ്പോയി, അവരുടെ വീട്ടിൽ നിന്ന് കിട്ടി, സോറി എന്നൊരു വാക്ക് പറഞ്ഞോ ഈ പോലീസ്? അത് ആര് പറയും? നിങ്ങളോട് അല്ല. കൃത്യമായി പരാതി ഡ്രോപ്പ് ചെയ്തതായി കോടതിയിൽ തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിന്റെ ബേസിക് പഠിച്ചിട്ട് ചർച്ച നടത്തുക. കഴിഞ്ഞ മണിക്കൂറിൽ അവരെ മാനസികമായി പീഡിപ്പിച്ച ഇത് പരാതി വ്യാജമായിരുന്നു, ഇതാ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. പരാതി എടുത്ത് എറിഞ്ഞു.
എന്തായിരുന്നു? പരാതി എടുത്ത് എറിഞ്ഞു. ഞങ്ങളല്ല പറഞ്ഞത്. ബിന്ദു പറഞ്ഞ വാചകമാണ് റിപ്പോർട്ട് ചെയ്തത്. ഒടുവിൽ കിഷോർ പറയുമ്പോൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു നമ്മൾ. താങ്കളുടെ പക്കൽ വെച്ചാണ് നമ്മൾ ബ്രേക്കിംഗ് കാർഡിൽ എഴുതി കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതേപോലുള്ള പോലീസിനെ ഇതേപോലെ ന്യായീകരണവുമായി മാത്രമേ അരുണിനോട് എനിക്ക് പറയാനുള്ളൂ. ബാക്കി എല്ലാ ബഹുമാനത്തോടും കൂടി അരുൺ പറയട്ടെ, പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയോ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയോ ആരോപണങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നതല്ല എന്ന് ബിന്ദു ഈ ചർച്ചയിൽ വ്യക്തമാക്കി. ഞാനതിനെ ഡിഫെൻഡ് ചെയ്തിട്ടില്ല, ഞാനത് അരുണിന്റെ പക്ഷത്ത് തന്നെ നിന്നു. പക്ഷേ പോലീസിനെ ന്യായീകരിക്കാൻ വന്നാൽ, ഈ പ്രസാദിനെയും പ്രസന്നനെയും ന്യായീകരിക്കാൻ വന്നാൽ ഞാൻ അംഗീകരിക്കില്ല. അത് കേരളം അംഗീകരിക്കില്ല. അത് കേരളം അംഗീകരിക്കില്ല. അത് വേടന്റെ കാര്യത്തിൽ അത്രേ ഉള്ളൂ. ആ പോലീസിനെ ന്യായീകരിക്കാൻ എനിക്ക് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ്, ശരി, ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ നിങ്ങൾ കൊണ്ടുവന്ന ആരോപണം എവിടെയുണ്ട്? നിങ്ങൾ കൊണ്ടുവരുന്ന ആരോപണങ്ങളെല്ലാം കുമിള പൊട്ടുന്നതുപോലെ ചർച്ച നിർത്തി പോകേണ്ടി വരും. അവിടെ കേസെടുത്തു. എത്ര ആരോപണങ്ങൾ കൊണ്ടുവന്നു? ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ടോ? ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റിപ്പോർട്ടിൽ കൊണ്ടുവന്ന വാർത്തയിൽ നിങ്ങൾ കേസെടുത്തിട്ടുണ്ടോ ഇല്ലയോ? ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആരോപണമല്ല, കേസെടുത്തിട്ടുണ്ടോ ഇല്ലയോ? ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് പിന്നിൽ മാത്യു കുഴൽനാടോട് നിങ്ങൾക്കറിയോ? കേസെടുത്തിട്ടുണ്ടോ? ഏത് പരാതി കിട്ടിയാലും കേസെടുക്കും. ഒരു വാർത്തയും ഈ ഗവൺമെന്റിനെതിരെ ഇല്ല. നിങ്ങൾ കൊണ്ടുവന്ന ഒരു വാർത്തയും സർക്കാരിനെതിരെ നിങ്ങൾ കൊണ്ടുവന്ന ഒരു ആരോപണവും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. സ്ത്രീയെ പോലീസ് സ്റ്റേഷൻ 20 മണിക്കൂർ വെച്ച് ആക്ഷേപിച്ചിട്ട് ന്യായീകരണം പറയാൻ അംഗീകരിക്കില്ല. ഞാൻ പറയുന്നു, എല്ലാ ബഹുമാനത്തോടും കൂടി കെ. സുനിൽകുമാർ, ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള ആരോപണത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല. അത് കിഷോർ പറഞ്ഞതോടുകൂടി ആ ആരോപണം നിൽക്കാതെ പോയി. പക്ഷേ പോലീസിനെതിരെയുള്ള ആരോപണം ഇപ്പോഴും കഴമ്പുള്ളതായി ബിന്ദു പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത്രേ ഉള്ളൂ. ശരി, നന്ദി അരുൺ. നിങ്ങൾ വിശ്വസിച്ചോ? ജനം വിശ്വസിക്കില്ല. ജനം വിശ്വസിക്കില്ല. ബിന്ദു പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചോ? 7:40 ബിന്ദു സത്യം പറഞ്ഞിട്ടുണ്ട്. സത്യത്തെക്കാൾ സുന്ദരമാണ്. നാലാം വയസ്സിലേക്ക് തെറ്റായ വാർത്ത പ്രസന്നനോടൊപ്പമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥ ചെയ്ത് ശരിയാണെന്ന് പോലീസ് ഓഫീസർമാർ ചെയ്തതും ശരിയാണെന്ന് പറഞ്ഞില്ല. വാർത്ത ഒരു പോലീസുകാരെ ന്യായീകരിച്ചില്ല, ന്യായീകരിക്കുകയുമില്ല. നിങ്ങൾ കൊണ്ടുവന്ന ഒരു വാർത്തയും പൊതുസമൂഹത്തിൽ ശരിയാണെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. മറ്റൊരു പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ അരുൺകുമാർ. എന്തിനാണെന്നറിയോ? ഒരു പോലീസ് ഓഫീസറെ സഹപ്രവർത്തകയായ വേറൊരു പോലീസുകാരിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നു. ഇതറിഞ്ഞിട്ട് ഇയാൾ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ 25 ലക്ഷം രൂപ ഇന്നാണ് കേരളത്തിലെ കേരള പോലീസ് ചലക്കുന്നത് കണ്ടോ? അരുൺകുമാർ പോലീസിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പോഴും അരമണിക്കൂറായിട്ട് എന്നൊരു വാക്ക് പോലീസിന്റെ വക്കാലത്തെടുത്ത് ഇടതുപക്ഷമെന്ന് പറഞ്ഞ് ചില്ലറ സെന്ററിന് മുന്നിൽ വരി വരിയായി നിൽക്കുക. എസ് ഐക്കെതിരെ ഗുരുതരമായ അരുൺകുമാറിനെ ന്യായീകരിക്കാൻ ശ്രമിച്ച പോലീസിനെ കുറിച്ചാണ് കേട്ടോ. എസ് ഐക്കെതിരെ ഗുരുതര കണ്ടെത്തലുകൾ. ബിന്ദുവിനെ അറസ്റ്റ് ചെയ്തത് പ്രാഥമിക അന്വേഷണം നടത്താതെ. കേക്കൂ. ബിന്ദുവിനെ അറസ്റ്റ് ചെയ്തത് പ്രാഥമിക അന്വേഷണം നടത്താതെ. ബിന്ദുവിനെ അറസ്റ്റ് ചെയ്തത് പ്രാഥമിക അന്വേഷണം നടത്താതെ. അരുൺ യോജിക്കുന്നുണ്ടോ? ബിന്ദുവിനെ അറസ്റ്റ് ചെയ്തത് പ്രാഥമിക അന്വേഷണം നടത്താതെ. ബിന്ദുവിനെ അറസ്റ്റ് ചെയ്തത് പ്രാഥമിക അന്വേഷണം നടത്താതെ. അരുൺ യോജിക്കുന്നുണ്ടോ? ഈ സർക്കാരിന്റെ അന്വേഷണം നടത്തിയ നൽകിക്കൊണ്ടുള്ള പ്രൊസീഡിംഗ്സിൽ പറയുന്നു ബിന്ദുവിനെ അറസ്റ്റ് ചെയ്തത് പ്രാഥമിക അന്വേഷണം നടത്താതെ. ഞാൻ പറഞ്ഞത് പ്രതിരോധിച്ചതുപോലാണ്. പ്രാഥമിക അന്വേഷണം നടത്താതെ. അരുൺ കേൾക്കണം.
അരുൺ കേൾക്കണം. FIR ഇട്ട് ഒരു രാത്രി നിമിഷം പോലീസ് ശുഭമീരൻ, പിടിച്ചു ഒരു നിമിഷം ശുഭമീരൻ. നിങ്ങൾ ആരെയും നിയമം അല്ല, ഒരു നിമിഷം ശുഭമീരൻ, ഒരു നിമിഷം ശുഭമീരൻ, ഒരു നിമിഷം ശുഭമീരൻ, ഒരു നിമിഷം എന്റെ കയ്യിലുണ്ട്. ഒരു നിമിഷം വായിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ശുഭമീരൻ. ഡോക്ടർ അരുൺ, ശുഭമീരൻ, ശുഭമീരൻ, അതുണ്ടായിരുന്നു. ഞാൻ ആ പ്രൊസീഡിംഗ്സിലെ കണ്ടെത്തലുകൾ വായിക്കാം. ഇത് കേരള ഗവൺമെന്റ് ബിന്ദുവിനെ അറസ്റ്റ് ചെയ്തത് പ്രാഥമിക അന്വേഷണം നടത്താതെ എന്തെങ്കിലും നടപടിക്രമങ്ങൾ ഞാൻ ഇത് പാലിക്കാതെ വായിച്ചതല്ലേ? കസ്റ്റഡിയിലെടുത്തു. ഞാൻ നമ്പർ ഇത് 3, വായിച്ചതല്ലേ? SI യുടെ ഈ റിപ്പോർട്ട് നടപടി വെച്ചുകൊണ്ട് പോലീസ് തന്നെയല്ലേ സൽപ്പേരിന് ഞാൻ ഈ കളങ്കം ചർച്ച ചാർത്തി. ആരംഭിച്ചത്. SI ഇതൊന്നും അധികാരം നിങ്ങളുടെ ദുർവിനിയോഗം കണ്ടുപിടുത്തമല്ല. ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇത്രയും കാര്യങ്ങൾ ഈ പ്രൊസീഡിംഗിന്റെ ചർച്ചയുടെ ഭാഗമായി ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ എന്താ അരുണിന് പൊള്ളിയത്? സൂചിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞപ്പോൾ എന്താ അരുണിന് പൊള്ളിയത്? ഇതൊന്നും ഇതേ ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞത് പോലീസുകാരൻ പ്രാഥമിക അന്വേഷണം നടത്തിയില്ല. ഇല്ല. കസ്റ്റഡിയിലെടുത്തത് അല്ല, ഒരു പൊള്ളിയില്ല. യാതൊരു പ്രാഥമിക അന്വേഷണവും നടത്താതെ. ഒരു പൊള്ളിയില്ല. അത്രേ ഇത് ഉള്ളൂ. തന്നെയാണ്. അപ്പോൾ ഈ ഞാൻ ഇത് പറഞ്ഞ തന്നെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഈ ചർച്ച അന്വേഷണ ആരംഭിച്ചത്. റിപ്പോർട്ടിന്റെ ഭാഗമാണ് ഇത് കേട്ടോ. പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചർച്ച ആരംഭിച്ചത്. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ഈ സമയം പാഴായി എന്ന് വിളിച്ചു നിർത്തിയാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രേക്ഷകരുടെ ഓഫീസിൽ ശ്രദ്ധയ്ക്ക് ആക്രമിക്കണം. ഇപ്പോൾ നിങ്ങളുടെ SIക്കെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ ഗുരുതര ഓഫീസിൽ കണ്ടെത്തലുകളാണ് ഞാൻ വായിച്ചത്. ആക്രമിച്ചുകൊണ്ടേയിരിക്കും. ബിന്ദുവിനെ അറസ്റ്റ് ചെയ്തത് പ്രാഥമിക അന്വേഷണം നടത്താതെ ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. പറഞ്ഞുകൊണ്ടാണ് ഞാനതിൽ ചർച്ച ഉറച്ചു നിൽക്കുന്നു. നടപടിക്രമങ്ങൾ പാലിക്കാതെ കസ്റ്റഡിയിലെടുത്തു. ഞാൻ ഉറച്ചു നിൽക്കുന്നു. പിന്നെ എന്തിനാണ് തർക്കം? പിന്നെ എന്തിനാണ് താങ്കൾ ശബ്ദം വെച്ച് ബഹളം ഉണ്ടാക്കിയത്? ഞാൻ ഇതേ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? നടപടിക്രമങ്ങൾ പാലിച്ചില്ല. നടപടിക്രമങ്ങൾ പാലിച്ചില്ല. താങ്കൾ പറഞ്ഞു കൃത്യമായ പരാതി. ആ പരാതി കൃത്യമല്ല. ആ പരാതി കൃത്യമാണോ എന്ന് പരിശോധിക്കേണ്ട പോലീസ് അത് ചെയ്തില്ല. അതാണ് പ്രാഥമികമായ അന്വേഷണം നടത്തിയില്ല. അന്വേഷണം നടത്താതെ കസ്റ്റഡിയിലെടുത്തു. ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ അന്വേഷണ റിപ്പോർട്ടിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സമയം ഇനി നമ്മൾ പറഞ്ഞത് രണ്ടും ഒന്നായ സ്ഥിതിക്ക് ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ രണ്ടുപേരും പറഞ്ഞത് ഒന്നായ സ്ഥിതിക്ക് ചർച്ച ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. അരുൺ, നമ്മുടെ ചർച്ച നമ്മൾ രണ്ടുപേരും പറഞ്ഞത് ഒരേ കാര്യമാകുന്നത് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നാളെ പുതിയ വാർത്തയായിട്ട് വാ. നാളെ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. പുതിയ വാർത്തയുമായി വരാൻ നിങ്ങളുടെ പോലീസ് വിചാരിച്ചാൽ മതി. പുതിയ പോലീസ് വരും, പുതിയ വാർത്തയും വരും. അത് പോലീസ് വിചാരിക്കണം. ഇതേപോലുള്ള പ്രസാദമാണെങ്കിൽ തീർച്ചയായിട്ടും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് TV ആണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. വി ആർ പ്രൗഡ് ടു റിപ്പോർട്ട് ദാറ്റ്. അതിനുവേണ്ടിയാണ് സാർ ഈ പണിയെടുക്കുന്നത്. താങ്ക് യു അഡ്വക്കേറ്റ് KS അരുൺകുമാർ. താങ്ക് യു KS അരുൺകുമാർ. അഡ്വക്കേറ്റ് കിഷോർ, അഡ്വക്കേറ്റ് ശുഭമീരൻ, ദിനുവീൽ ചർച്ചയിൽ ചേർന്നു. Debate with Dr. Arun Kumar.